സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നേതാക്കൾ. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ആശയവിനിമയമില്ല. KPCC പ്രസിഡന്റ് പ്രവർത്തന ശൈലിയും നേതാക്കൾ അമർഷം പ്രകടിപ്പിച്ചു. പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതിയും KPCC യോഗങ്ങളും കൃത്യമായി ചേരുന്നില്ല എന്നും നേതാക്കൾ ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC പുനഃസംഘടനയിലെ അതൃപ്തി പരിഹരിക്കാൻ ചേർന്ന നേതൃയോഗത്തിൽ നേതാക്കൾ അതൃപ്തി അറിയിക്കുകയായിരുന്നു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നാണോ ഇപ്പോൾ താൻ ആഗ്രഹിച്ച ആളുകളെ കമ്മിറ്റിയിൽ ചേർക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് മാറി നിൽക്കുന്നു എന്നുള്ള വിവരമടക്കം പുറത്തു വരുമ്പോഴാണ് യോഗത്തിലെ വിമർശനങ്ങൾ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായി നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കേണ്ടത് ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ പശ്ചാത്തലത്തിലാണ് ദില്ലിയിൽ ഇന്ദിരാഭവനിലേക്ക് നേതാക്കളെ KPCC പ്രസിഡന്റ് അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെ എന്താണെങ്കിലും ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ദിരാഭവനിൽ ഇപ്പോഴും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി ഈ യോഗത്തിൽ പല നേതാക്കളും KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഐക്യവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ കൂടിയാലോചനകളോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള തീരുമാനങ്ങളോ ഉണ്ടാകുന്നില്ല. പല കാര്യങ്ങളും മാധ്യമങ്ങളിൽ കൂടി മാത്രമാണ് അറിയുന്നത്. അത് മാത്രമല്ല, കൂടിയാലോചന ഉണ്ടാകാത്തതും അതോടൊപ്പം രാഷ്ട്രീയകാര്യ സമിതി യോഗം, KPCC യോഗം എന്നിവ നടക്കാത്ത അടക്കമുള്ള കാര്യങ്ങളും വിമർശനങ്ങളായി നേതാക്കൾ ഉന്നയിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം KPCC പുനഃസംഘടന നേരത്തെ ജംബോ കമ്മിറ്റിയാണ് ജനറൽ സെക്രട്ടറിമാർ വരെയുള്ള പട്ടിക പുറത്തുവിട്ടപ്പോൾ ഉണ്ടായത്. KPCC സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിനും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ പുനഃസംഘടന വേഗം പൂർത്തിയാകണം അടക്കമുള്ള